സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ രാവിലെ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇപ്പം ഇവിടെ സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ഒരു മോർണിംഗ് 10 o'clock ആയിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം വെതറൊക്കെ ഒരു നല്ല വെതറും തന്നെ ആയിരുന്നു. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പോട്ടിൽ ഒരു 2 ദിവസം മുമ്പ് പ്ലാൻ ചെയ്തതാണ് ഒരിടത്ത് വരെ പോകാനായിട്ട്. സോ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ആഫ്റ്റർ ലോങ് ടൈമിന് ശേഷമാണ് നമ്മളൊരു ലോങ് വ്ളോഗ് എടുക്കുന്നത്. അപ്പം ഈ വർഷത്തെ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുമ്പത്തെ 2 ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്ലാനിങ് മൊത്തം ഞാനാണ് ഇതിന് എനിക്കായിട്ട് വിട്ട് തന്നിരിക്കുമായിരുന്നു. ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ജൂലൈ 11 അന്നത്തെ ദിവസം ഞാൻ വർക്കിംഗ് ആണോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിൻ്റെ മുമ്പത്തെ 2 ദിവസം ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഇങ്ങനെ ഔട്ടിങ്ങിന് പോകണം എന്നായിരുന്നു. അപ്പം ഔട്ടിങ്ങിന് പോകാനായിട്ട് ജിതിൻ എൻ്റെ അടുത്ത് ചോദിച്ചപ്പം എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് വന്നത് എനിക്ക് അമ്പലത്തിൽ വിസിറ്റ് ചെയ്യണമെന്നായിരുന്നു. അപ്പം ഒരുപാട് നാൾ ഇങ്ങനെ പോകണം എന്ന്, ഈ അമ്പലത്തിൽ പോകണം എന്നുണ്ട്. അങ്ങനെ ഫൈനലി ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഡിസൈഡ് ചെയ്തതാണ് എങ്കിൽ നമുക്ക് ബർമിംഗ്ഹാം ടെമ്പിളിൽ പോകാമെന്ന്. ഞങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ടാണ് ഇപ്പോൾ ഷിഫ്റ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ പുറത്ത് പോകാനാണെങ്കിലും ഇങ്ങനെ ഒരുപാട് ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈം അങ്ങനെ കിട്ടാറില്ല. പക്ഷെ എന്താണെന്നറിയത്തില്ല, എൻ്റെ അടുത്ത് ഫസ്റ്റ് എവിടെ ഔട്ടിങ്ങിന് പോകണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മൈൻഡിൽ വന്നത് ഈ അമ്പലത്തിൽ പോകണം എന്ന് തന്നെ ആയിരുന്നു. കാരണം നാട്ടിലാണെങ്കിലും നമുക്ക് ബർത്ത്ഡേ ആകുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ എന്തായാലും വിസിറ്റ് ചെയ്യും. കാരണം എനിക്ക് സ്പിരിച്വലി കൂടുതലും വിശ്വാസമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഇവിടെ വന്ന ശേഷം ഈ ബർത്ത്ഡേ എന്താണെന്നറിയത്തില്ല, എൻ്റെ ചുറ്റിനുള്ളവർക്ക് ഹാപ്പി ആയിരുന്നെങ്കിലും അവരെന്നെ വിഷ് ചെയ്യുമായിരുന്നെങ്കിലും ഐ ഡോണ്ട് നോ വൈ ഐ ആം നോട്ട് അറ്റ് ഓൾ ഹാപ്പി. പിന്നെ നമ്മൾ കാറിൽ വെച്ച് തന്നെ നമ്മൾ 2 ഫാമിലിയും വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം നമുക്കിനി ടെമ്പിളിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും നമ്മൾ ലേറ്റ് ആവും. അപ്പോഴത്തേക്ക് നാട്ടിലെല്ലാവരും ഉറങ്ങുന്ന ടൈമായിരിക്കും. സോ ഫൈനലി വി ആർ ഇൻ ബർമിംഗ്ഹാം സിറ്റി. ടുഡേ ഈസ് എ ഗുഡ് വെതറും കൂടെ ആൻഡ് വെയിറ്റ് ടു ലിങ്കൻ ടു ബർമിംഗ്ഹാമിൽ കൂടെ വരുന്ന റോഡ് ട്രിപ്പും ക്വൈറ്റ് എൻജോയബിൾ ആണ്. സോ വി ഫൈനലി റീച്ച് ആ ഡെസ്റ്റിനേഷൻ. സോ നമ്മൾ ശ്രീ വെങ്കടേശ്വര ബാലാജി ടെമ്പിളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം ഇവിടെ എത്തിയപ്പോൾ തന്നെ അറൗണ്ട് ഒരു 12 സംതിങ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം നമ്മൾ വന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയത്തില്ല. സോ വി ആർ ഫൈൻഡിങ് എ കാർ പാർക്കിംഗ്. ആക്ച്വലി ഇറ്റ് വാസ് എ മെയിൻ ടാസ്ക്. നമ്മൾ എവിടെ പോയാലും കാർ പാർക്കിംഗ് കണ്ടുപിടിക്കാനാണ് ഏറ്റവും പാട്. ഇവിടെ ഇനി എങ്ങനെ ആയിരിക്കും എന്നറിയത്തില്ല, പെയ്ഡാണോ എന്ത് സംഭവമാണെന്ന് അറിയത്തില്ല. സോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് നോക്കാം. ഇവിടെ ആക്ച്വലി ദർ ഇസ് എ ലോട്ട് ഓഫ് പാർക്കിംഗ് പ്ലേസസ് തന്നെ ഉണ്ട്. ഒരു ഓപ്പൺ സ്പേസ് തന്നെ. സോ വി ക്യാൻ പാർക്ക് എനിവെയർ. കാരണം ഇതിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാം. ദർ ഇസ് നോ പാർക്കിംഗ് ഫീ. നമ്മളിന്ന് വന്നത് ബർമിംഗ്ഹാമിൽ ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിളിലാണ് വന്നത്. പക്ഷെ ബർമിംഗ്ഹാമിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പം നമ്മൾ ബാലാജി ടെമ്പിളിൽ ഒരുപാട് നാൾക്ക് ശേഷം വരണം എന്ന് ആഗ്രഹിച്ച് ഈ ബർത്ത്ഡേ എങ്കിൽ ഇവിടെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ 2 പേരും വന്നതായിരുന്നു. അപ്പം പ്ലാൻഡ് ആണോ എന്ന് ചോദിച്ചാൽ 2 ദിവസം മുമ്പ് പ്ലാൻ ചെയ്തതാണ്. ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്പിൽ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഹിന്ദു ടെമ്പിളാണോ ഇത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്ന വീക്ക് ഡേയ്സിലാണെങ്കിൽ മോർണിംഗ് 9 to 1 PM ഈവനിങ് ആണെങ്കിൽ 5 to 9 PM ആണ്. ഇഫ് വെദർ ബാങ്ക് ഹോളിഡേയ്സോ വീക്കെൻഡ്സിലോ ആണെങ്കിൽ 9 to 2:30 ഈവനിങ് ആണെങ്കിൽ 4 to 9 PM ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ബർത്ത്ഡേക്ക് ഐ ആം നോട്ട് അറ്റ് ഓൾ ഹാപ്പി എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇവിടെ റീച്ച് ചെയ്ത ശേഷം എനിക്കറിയത്തില്ല, ഞാൻ വരണമെന്ന് ആഗ്രഹിച്ച് വന്നുകൊണ്ടാണോ അതോ ഇനി ജിതിനിവിടെ കൊണ്ടുവന്നുകൊണ്ടാണോ, എനിവേ ഐ ഡോണ്ട് നോ. ബട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു പീസ്ഫുൾ കാം ക്വയറ്റായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. സ്ക്രീനിൽ കാണുന്ന ന്യൂ അന്നദാനം ഹോൾ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഹോളുണ്ട്. എൻ്റെ തൊട്ടി കാണുന്ന ഈ മിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലഡു ഒക്കെ നമുക്ക് ഈ പൂജ അർച്ചന അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ നമുക്ക് അതിൻ്റെ അകത്ത് ടാപ്പ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടുത്തെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന നവഗ്രഹങ്ങളും ശിവ ടെമ്പിള്, ഗണേശ ടെമ്പിള്, മുരുകൻ ടെമ്പിള്, അയ്യപ്പ, പിന്നെ മിഡിലിൽ കാണുന്ന ഈ ഗോപുരമാണ് പെരുമാൾ. ഇതിനാണ് ബാലാജി ടെമ്പിൾ എന്ന് പറയുന്നത്. അടിപൊളിയാണ് കേട്ടോ ഈ ഗോപുരം കാണാനാണെങ്കിലും. സോ ഫൈനലി വി ഫിനിഷ് ആ ദർശനം.
സോ ഇറ്റ് വാസ് സോ ഡിവൈൻ ആൻഡ് ബ്യൂട്ടിഫുൾ ഫീലിംഗ് തന്നെയാണ് ഇവിടെ. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഐ എം നോട്ട് ഹാപ്പി അറ്റ് ഓൾ എന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എനിക്കൊരു പ്രത്യേക പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് തന്നെ ആയിരുന്നു. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഈ മുണ്ടൻ റൂംസ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് വെച്ചാൽ ഹെയർ കട്ടിംഗ് ആണ്. നമുക്ക് കൊച്ചുപിള്ളേരെ കൊണ്ടുവന്ന് മുട്ടയൊക്കെ അടുപ്പിക്കാനുള്ള അതിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഹിയർ ദെയർ ഇസ് എ ഡിഫറെൻറ്റ് പ്ലേസ് വിച്ച് ഫോർ ഡൂയിങ് പൂജ ഫോർ ന്യൂ വെഹിക്കിൾസ്. ആ ഒരു ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ ഒരു പ്രത്യേക കാര്യം തന്നെയാണ് അല്ലേ. കൊള്ളാം. ചെറുതാണെങ്കിൽ സംഭവം നൈസായിട്ടുണ്ട്, പക്ഷെ കുറച്ചും കൂടെ വെള്ളം വേണം. ഇതിൻ്റെ അകത്ത് വെള്ളമില്ല, എനിക്കൊന്നും അതെല്ലാം അവർ ഊറ്റിയെടുത്തു. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഒറ്റൊരു കുഴപ്പമേ ഉള്ളൂ, നമുക്ക് അകത്ത് വീഡിയോ ഫോട്ടോ മൊബൈൽ ഫോൺ പോലും എലൗഡ് അല്ല. സോ അതുകൊണ്ടാവാം ഞാൻ മിക്ക വീഡിയോ സെർച്ച് ചെയ്തതിൽ അകത്തെ വ്യൂസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. സോ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾ ഒറിജിനലായിട്ട് കാണാൻ മാത്രമേ പറ്റൂ, ഒന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഇതിൽ വരണ്ട, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഒരു മോർണിംഗ് എത്ര മണിക്കാണ് ഇതിന് നമ്മൾ ഇറങ്ങിയത്? 10 മണിക്ക്. ഒരു 10 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ ഈ അമ്പലം ഓപ്പൺ ചെയ്യുന്നത് 9 o'clock-നാണ്. പക്ഷേ ഡെയിലിൽ അത് വേരി ചെയ്യും ടൈം, എപ്പോഴാണ് ക്ലോസിങ് എന്ന്. പക്ഷേ ഇന്ന് നമ്മൾ വന്നത് വെനസ്ഡേ ആണ് വന്നത്. അങ്ങനെ നമ്മളൊരു ഇവിടെ എത്തിയപ്പം നമ്മളൊരു 12:30 അറൗണ്ട്, എന്തായാലും അമ്പലം അടയ്ക്കുന്നതിൻ്റെ ഒരു 45 മിനിറ്റ് മുമ്പ് നമ്മൾ വന്നിട്ടുണ്ട്. പഞ്ച്വാലിറ്റി ഇച്ചിരി കൂടുതലായതുകൊണ്ട് എൻ്റെ കൊച്ചിന് നമ്മളെത്തി ഇവിടെ. അല്ലെങ്കിൽ ഇന്ന് ഈ വീഡിയോ പോലും എടുക്കാൻ പറ്റത്തില്ല, അതേ കണക്കത്തെ കുഴപ്പമാക്കി വെച്ചേനെ. പിന്നെ ആൻഡ് യു നോ ഗൈസ്, ഈ ഒരു ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത് 2000 ആണ്. ഞാൻ ബോൺ ചെയ്തതും 2000 ആണ്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആക്യുറേറ്റ് ഒന്ന് ചിന്തിക്കാം അല്ലേ. ഇറ്റ് വാസ് ക്വൈറ്റ് ഡിഫറെൻറ്റ് തന്നെയാണല്ലേ. ആൻഡ് യു നോ, ഈ ഒരു ടെമ്പിൾ ഡിസൈൻ ചെയ്തത് തന്നെ വിത്ത് ഇൻസ്പിറേഷൻ ഓഫ് തിരുപ്പതി വെങ്കടേശ്വര ടെമ്പിൾ ആന്ധ്രാപ്രദേശിൽ. അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഈ ചിൽഡ്രൻസിനെ കൊണ്ടുവരുന്ന അവർക്ക് കളിക്കാനുള്ള ഫെസിലിറ്റീസും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു ഗ്ലാസ് ഒക്കെ ചെയ്തേക്കുന്ന ഈ ഒരു സെപ്പറേറ്റ് സ്ഥലം എന്ന് പറയുന്നത് ദേ ആർ പ്രൊവൈഡിങ് അന്നദാനം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫ്രീ മീൽസ് ഫോർ വിസിറ്റേഴ്സിന്. ഈ ഒരു ഫണ്ട് ചെയ്യുന്നത് അവർ കൊടുക്കുന്ന ഡൊണേഷനിൽ നിന്നാണ്. ആക്ച്വലി നമ്മളൊന്നും കഴിക്കാതെ തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിയറസ്റ്റ് ദോശ സ്റ്റോൾ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇന്ത്യൻ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റും ഉണ്ട്. അവിടെ തന്നെ എന്താ പറയുക, നമ്മൾ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. സോ നമ്മൾ മെടുവട പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 വടയും വാങ്ങി, ചമ്മന്തി അല്ലേ, ചമ്മന്തി സാമ്പാർ ചട്നി, അതല്ലേ ചമ്മന്തി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്.